നമ്മളെ റോഡുകൾ എടുത്തു നോക്കൂ, 6 മാസം നീണ്ടു നിൽക്കാത്ത റോഡുകൾ. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയ്ക്ക് തൊട്ട് മുൻപേ അടച്ചോ അല്ലെങ്കിൽ പുതുതായി പണിത റോഡുകൾ ഇപ്പം ഈ മഴ തുടങ്ങിയപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പത്രങ്ങൾ കാണാൻ പോകുന്നത് എന്താണ്? അതിൽ കുളിക്കുന്ന ആളുകൾ, അതിൽ വാഴ നടുന്ന ആളുകൾ, പ്രതിഷേധിക്കുന്ന ആളുകൾ. ഇതിങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബ്ലെയിം എന്തിനാണ്? മഴയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 2025 2024 ജൂലൈ 30 വയനാട്ടിൽ ചൂരൽമലയിലും ഒക്കെ പ്രശ്നം ഉണ്ടായത്. 1 വർഷമായി. ആ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കുള്ള വീട് വെച്ച് കൊടുക്കുന്ന വിഷയം എവിടെ എത്തി? മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പല ജില്ലകളിലും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും അതുപോലെ യെല്ലോ അലർട്ടും ഒക്കെയായി അതിൻ്റെ തീവ്രതകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലക്ക് മുന്നോട്ട് പോകുമ്പോൾ കനത്ത നാശനഷ്ടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം പലയിടത്തും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ പലപ്പോഴും മഴയെ മുൻകാലങ്ങളിൽ നമ്മളൊക്കെ ആ നിലക്കൊരു മനോഹാരിതയായൊക്കെ വർണ്ണിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് മാറി അല്പം കനത്ത നാശനഷ്ടങ്ങൾ വിതക്കുന്ന കുറച്ചൊരു ഭീകരരൂപിയായി വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നൊരു വാർത്തകളാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ളൊരു നാശനഷ്ടങ്ങൾ പ്രകൃതിയിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾ പല മേഖലകളിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കില്ലേ എന്നുള്ളതാണ് മാഷോട് ആദ്യം ചോദിക്കാനുള്ളത്. അല്ല, 1990 അലക്സാണ്ടർ ഫ്രൈറ്റർ എന്ന ഒരു എഴുത്തുകാരൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ചേസിങ് ദി മൺസൂൺ. അദ്ദേഹം അങ്ങനെ ഈ മൺസൂൺ രൂപപ്പെടുന്ന അവിടം തൊട്ടങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം ഇന്ത്യയിൽ വരികയും അങ്ങനെ കേരളത്തിൽ വരികയും കേരളത്തിലെ ഈ മൺസൂൺ കാലത്ത് ഇവിടുത്തെ മഴ ആസ്വദിക്കുകയും പിന്നെ തിരിച്ച് അദ്ദേഹം മലേഷ്യ ഹോങ്കോങ് വഴി തിരിച്ചു പോകുന്നുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ മഴക്കാലം കേരളത്തിലെ മഴക്കാലമാണ്. മാത്രമല്ല എല്ലാത്തരം മഴകളുടെയും ഒരു സംഗമ ഭൂമിയാണ് കേരളം. ഏത് തരം മഴ നിങ്ങൾക്ക് കാണണമെങ്കിലും എന്താണ് കേരളത്തിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ കവികളൊക്കെ പണ്ട് കാലത്ത് വർണ്ണിച്ചിരുന്ന ആ മനോഹരമായ ഒരു മഴക്കാലത്തെ ഇന്ന് പത്രങ്ങൾ 2 ദിവസം മഴ പെയ്ത് എഴുതും ദുരിതപ്പെയ്ത്ത്, മഴക്കെടുതി, ഇങ്ങനെ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രവചനാതീതമായ രൂപത്തിൽ ക്ലൈമറ്റ് ചേഞ്ചുകളൊക്കെ വരുന്നുണ്ട്. പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത വളരെ കൂടുതലാണ്. അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ദുരിതങ്ങളുണ്ട്. മഴയുടെ സ്വഭാവം മാറിയതിൻ്റെ, ഒറ്റയടിക്ക് മഴ പെയ്ത് ഇതിൻ്റെയൊക്കെ ഉണ്ട്. ഒപ്പം നമ്മൾക്ക് കാണാൻ പറ്റിയ രോഗങ്ങൾ എന്താണ്? പെട്ടെന്ന് തന്നെ പടരുന്ന ജനവാസത്തിൻ്റെ സ്വഭാവം, മാലിന്യ സംസ്കരണത്തിൻ്റെ അഭാവങ്ങൾ, അല്ലെങ്കിൽ അത് ഇപ്പോഴും ഇത്രയൊക്കെ നമ്മൾ വളർന്നു എന്ന് പറയുമ്പോഴും നമ്മൾക്ക് വേസ്റ്റ് എത്ര മോശപ്പെട്ട വേസ്റ്റ് ആണെങ്കിലും ബയോ വേസ്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ എവിടെ എന്ത് ചെയ്യും? ഇടും. എന്നിട്ട് അവന് രോഗം എന്ത് ചെയ്യും? ഏറ്റുവാങ്ങുകയും ചെയ്യും. ഓടകളൊരു പണി കഴിഞ്ഞാൽ ഒക്കെ എന്ത് ചെയ്യുന്നതിലും മണ്ണിട്ട് അടച്ചിട്ടുണ്ടാവും. പിന്നെ അപ്പോഴും എന്ത് ചെയ്യും? പൊങ്ങുമ്പോഴാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ മുങ്ങി മരണങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ ഞാനിതിനേക്കാളൊക്കെ ഗൗരവത്തിൽ കാണുന്ന ഒരു ഇതെന്താ വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു 10-22 വർഷമായിട്ട് താമസിക്കുന്ന ഒരാളാണ്. അയാളുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതുകൊണ്ട് തന്നെ ഒരു 4-5 വർഷമായിട്ട് അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഈ ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ വരികയും അദ്ദേഹം കേരളത്തിലൂടെ ഒരു സഞ്ചാരത്തിന്, അപ്പോൾ അദ്ദേഹത്തിന് കണ്ണൂർ ഭാഗത്തെ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങോട്ട് പോയിരുന്നു. തെക്ക് ഭാഗത്തും അദ്ദേഹം പോയിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ അത്ഭുതത്തോടെയാണ് എന്നോട് ഇയാൾ സംസാരിച്ചത്. എന്താ വെച്ചാൽ ഒരു ദേശീയപാത, ഒരു സ്പീഡ് ഹൈവേ എന്ന രൂപത്തിൽ കേരളത്തിൽ ഇവിടെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് മലബാർ മേഖലയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നിയൊരു കാര്യം, ഇത് ഇത്രയും പൊക്കിയൊക്കെ പണിയെടുത്തിട്ടില്ല അവിടെയാണ്. അതായത് തെക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ റോഡൊന്നും ചെയ്തിട്ടില്ല, അത്രമാത്രം പൊക്കി ഒന്നും പണിയെടുത്തിട്ടില്ല, ചില സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ഇവിടെ ഈ റോഡ് ഉടനീളം പോകുന്നത് ജനവാസ മേഖലയിലൂടെ അതിനെ 2ആയി പകുത്തുകൊണ്ടാണ്. അതൊരു നെഗറ്റീവ് പ്ലാനിങ് ബോധപൂർവം നടത്തിയിട്ട് ചെയ്തതാണോ എന്ന് പോലും നമുക്ക് സംശയിക്കാവുന്ന രൂപത്തിൽ സോഷ്യൽ ലൈഫിനെ, അവരുടെ ഒരു എക്കണോമിക് ലൈഫിനെ, എല്ലാത്തിനെയും ബാധിക്കുന്ന രൂപത്തിലുള്ള ഒന്ന്. ഇപ്പം നമ്മളതിന് തൊട്ടുടനെ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണ്? ഇതിൻ്റെ കൺസ്ട്രക്ഷനിലുള്ള പല പോരായ്മകളും പൊളിഞ്ഞു ചാടാനും ഒക്കെ പിന്നെ ചെറിയ ഒരു 2 മഴ പെയ്തപ്പോഴേക്ക് തീരുന്നു. അതിന് പുറമെ ഇപ്പം നമ്മളൊരു കുറച്ചും കൂടെ മഴ തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്നതാണ് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ
രൂപപ്പെടുകയാണ്. അപ്പോൾ ഇന്നലെ കോഴിക്കോട് എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു. മഴ പെയ്ത് ഒരു 2 മഴ പെയ്തപ്പോഴേക്കും എന്ത് ചെയ്യുന്നു, വിശാലമായ അർത്ഥത്തിൽ പിന്നെ ജനവാസ കേന്ദ്രങ്ങളിലെല്ലാം വെള്ളം കയറുന്നു. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നമ്മൾ ആലോചിക്കാൻ കഴിയാത്തത്രയും വലിയ ചില അപകടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനെ ലളിതമായിട്ട് കാണാൻ പറ്റില്ല. എങ്ങാനും ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡിഫക്ട്സ് ഉണ്ടെന്ന് വെക്കുക, അതുകൊണ്ടുണ്ടാകാവുന്ന അപകടങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ആ രീതിയിൽ റോഡ് തകർന്നാൽ നമുക്കറിയാം ടൺ കണക്കിന് മണ്ണ് ഇട്ടുയർത്തിയിട്ടുണ്ട്. ഇതൊന്നിച്ച് താഴേക്ക് എന്ത് ചെയ്യും, മൂലിക്കും. ഈ താഴെയാണ് മിക്കവാറും വീടുകൾ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. ഒന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല. നമുക്കറിയാം വയനാട്ട് ഒരു ദുരന്തം എന്ന് പറയുന്നൊരു മല ഇടിഞ്ഞ് വരുമ്പോൾ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നതാണ്. അതിനേക്കാൾ എത്രയോ ആകാതൊരു പക്ഷേ ഇത്തരത്തിൽ എന്ത് ചെയ്യാം, സംഭവിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ അപ്രോച്ച് റോഡുകളില്ല, അല്ലെങ്കിൽ ഇതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങളില്ല. ഇവിടെയൊക്കെ ജനങ്ങൾ ഇപ്പോൾ മഴ ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത് കല്ലും മുട്ടിയൊക്കെ വന്ന് കിടക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് ഒരു ആശുപത്രിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തേക്കൊന്ന് എത്താൻ ഒക്കെ ഒരു പക്ഷേ കഠിനമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ ഇവിടെ ഈ പിന്നെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തരം ഈ ആവാസ വ്യവസ്ഥയെ തന്നെ അപകടകരമായ രൂപത്തിൽ കീറി മുറിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇത് സർക്കാർ എന്തായാലും കാണേണ്ടതുണ്ട്. അതിന് ചില പരിഹാരങ്ങളിലേക്കത് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് സമീപ ഭാവിയിൽ കേരളത്തിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെയൊക്കെ എത്രയോ വലിയ അളവിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കാം. രണ്ടാമത്തൊന്നും എനിക്ക് തോന്നുന്നു വെച്ചാൽ, ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ പുസ്തകങ്ങളിലെല്ലാം തന്നെ യുനെസ്കോ നിർദ്ദേശിച്ചിട്ടുള്ള SDG, അതായത് മറ്റേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് 17 ഉണ്ട്. ഇതെന്ത് ചെയ്യണം, കാണിക്കണം എന്നാണ് വെച്ചാൽ ഭാവി തലമുറ ഈ പ്ലാനിങ് ചെയ്യുമ്പോഴും ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ചിന്തിക്കണമെന്ന്. നമ്മളെ റോഡുകൾ എടുത്തു നോക്കൂ, 6 മാസം നീണ്ടു നിൽക്കാത്ത റോഡുകൾ. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയ്ക്ക് തൊട്ട് മുൻപേ അടച്ചോ അല്ലെങ്കിൽ പുതുതായി പണിത റോഡുകൾ ഇപ്പം ഈ മഴ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പത്രങ്ങൾ കാണാൻ പോകുന്നത് എന്താണ്, അതിൽ കുളിക്കുന്ന ആളുകൾ, അതിൽ വാഴ നടുന്ന ആളുകൾ, പ്രതിഷേധിക്കുന്ന ആളുകൾ, അതുകൊണ്ട് ഇതിങ്ങനെ നിരന്തരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബ്ലെയിം എന്തിനാണ്, മഴയെയാണ്. അതായത് നമ്മുടെ നാട്ടിലെ മഴ വളരെ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ മഴയുടെ തീവ്രത കാരണമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്ര വർഷമായിട്ടും ഒരു ആൾട്ടർനേറ്റീവ് ടെക്നോളജി കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു 100 കോടി അതിനു വേണ്ടി വകയിരുത്തിയാൽ പോലും ഒരു നഷ്ടവും ഉണ്ടാവില്ല. മറിച്ച് അടുത്ത ഒരു 2 വർഷം കൊണ്ട് അതിൻ്റെ എത്രയോ ഇരട്ടി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചോളം ഇത് കാലാകാലങ്ങളിൽ വെറുതെ കുഴിയടക്കുകയും അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ന്യായീകരണം കണ്ടെത്തുന്നതിന് പകരം കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ അനുസരിച്ച് കൊണ്ടുള്ള റിസർച്ചിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ആളുകളിപ്പോൾ ഇപ്പം ഇന്നലെ കേട്ടു, അതിപ്പോൾ ഇതൊക്കെ പറയുന്ന ആളിപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ എപ്പോഴും പല സ്ഥലത്തുനിന്നും ആളുകൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇതിന് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എല്ലാം മറന്നു, അല്ല അവൻ്റെ സകല പൊളിറ്റിക്കൽ ഇത് വന്നവിടെ എല്ലാം മറന്നു കഴിഞ്ഞു. അപ്പോൾ ഇതേ കക്ഷി ഇപ്പോൾ സർക്കാരിനെ കുറ്റം പറയും, പിന്നെ എല്ലാ വിഷയങ്ങളിലും ഒക്കെ വിമർശകനാക്കാരം. പക്ഷെ ഒരു ഇലക്ഷൻ വരുന്നതോടെ ഇനി ഇതൊക്കെ എന്ത് ചെയ്യുന്നു, മറക്കുന്നു എന്നുള്ളതാണ്. മറിച്ച് അവനവൻ്റെ ആവശ്യങ്ങളെ പോലും അറിഞ്ഞ് രാഷ്ട്രീയമായി പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഇത്. പിന്നെ നമുക്കറിയാം എക്കോ സെൻസിറ്റീവായിട്ട് ഒരുപാട് ഏരിയകൾ കേരളത്തിലുണ്ട്. അവിടെയൊക്കെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട മുന്നറിയിപ്പുകൾ കൃത്യമായി കൊടുക്കണം. എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. അതിന് പകരം കൃത്യമായിട്ടുള്ള ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി, ഫണ്ട് ഒരുപാട് വന്നു. പലരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ 4 തവണ കോടി കൊടുത്താലും തീരാത്ത ഫണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എന്തും ആയിക്കോട്ടെ, പക്ഷേ ഫണ്ടിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഇനിയും ഒരു ദുരിതം ഉണ്ടാകട്ടെ, എന്നാൽ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടുമെന്ന രൂപത്തിൽ ചിന്തിച്ചു പോകുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ അതായിരിക്കൂടാ ഒരു സർക്കാരിൻ്റെ സമീപനം എന്ന് പറയുന്നത്. കൃത്യമായിട്ടും ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിൽ വരാവുന്ന പ്രയാസങ്ങൾ വരെ തടുക്കാൻ പറ്റുന്നൊരിതുണ്ടാവണം. എന്തായാലും നമുക്ക് ആലോചിച്ച് നോക്കൂ, 10,000 സ്ക്വയർ ഫീറ്റിലൊരു വീടിന് 30 ലക്ഷം ആദ്യം നിശ്ചയിക്കുന്നു.
പിന്നെ ഒരുപാട് വിമർശനം വന്നപ്പോൾ ഒറ്റയടിക്ക് 20 ലക്ഷമായിട്ടത് കുറയുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്നവർക്കറിയാം ഇതിനകത്തുള്ളൊരു ആത്മാർത്ഥതയുടെ കുറവെന്ന് പറയുന്നത്. അതൊന്നും ആയിക്കൂടാ. നമ്മുടെ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നതാണ്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ അധ്യയനത്തെ ബാധിക്കാം, പിന്നെ വൈദ്യുതി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങൾ. അപ്പോൾ എന്തായാലും ഇതിലൊക്കെ ഒരു കൃത്യമായ നിലപാടുണ്ടാവുകയും അതനുസൃതമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും വ്യക്തമായിട്ട് എടുക്കേണ്ട നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വരും വർഷങ്ങളിൽ കേരളത്തെ ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വരും കാലത്ത് അതീവ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് കേരളം പോവുകയാണ്. ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അതിൻ്റെ തീവ്രത വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഇത്തരം പ്രത്യാഘാതങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രത പ്രതിരോധ മാർഗങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അതോടൊപ്പം സാമൂഹ്യമായും കുറച്ചുകൂടി സുരക്ഷിതത്വം ജാഗ്രത ഒക്കെ കൈക്കൊള്ളേണ്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. കൂട്ടിച്ചേർക്കാൻ ശ്രമം. തീർച്ചയായിട്ടും മഴ ശരിക്കൊരു അനുഗ്രഹമാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ കേരളത്തിൽ ഇപ്പോൾ മഴ ഒരു ദുരന്തമാണ്. ഇതൊരു ഇന്നത്തെ മഴ ഇപ്പോൾ ഒന്നും തുടങ്ങിയതല്ലല്ലോ. മഴ എത്ര കൊല്ലമായി ഈ ഭൂമിയുള്ളത് മുതൽ ഉണ്ടല്ലോ മഴ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്താണെന്ത് മഴക്കാലം എന്ന് പറഞ്ഞാൽ ദുരിതകാലം, ഒരു ഭീഷണിയുടെ കാലം, ആശങ്കയുടെ കാലം, ആധിയുടെ കാലം എന്ന രീതിയിലേക്ക് കേരളം മാറിയിട്ടില്ല. അതിന് കാരണങ്ങൾ കുറേ ഉണ്ട്. കേരളത്തിൻ്റെ കിടപ്പ്, അതേപോലെ തന്നെ കേരളത്തിലെ ജനസാന്ദ്രത, പിന്നെ ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, ഈ ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള നഗരവൽക്കരണം, ഇതൊക്കെ പ്രശ്നമാണ്. ഇതൊന്നും ഒരു പകൽ കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ മാറ്റിമറിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ മാഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാഴ്ചപ്പാട് അടിയന്തരമായിട്ടുണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. ആ നിലമ്പൂരിൽ നടക്കുന്ന ചർച്ച എന്താ? നിലമ്പൂരിൽ രാവിലെ മുതൽ വന്നിട്ട് ഇന്നൊരു വിഷയം പറയും, നാളെ വേറൊരു വിഷയം പറയും, മറ്റന്നാൾ വേറൊരു വിഷയം പറയും. അങ്ങനെ അതിൻ്റെ പിന്നാലെ ജനങ്ങളും ലൈക്കടിച്ച് ഒഴുകി പോവുകയാണ്. എന്താണ് അവിടുത്തെ അവൻ്റെ പ്രശ്നം? ഇപ്പോൾ നിലമ്പൂരിലൊരു പ്രളയം ഉണ്ടായതാണ്. പിന്നെ ഷെമീലിന് ഓർമ്മല്ലേ, നമ്മളവിടെ വിസിറ്റ് ചെയ്ത് ഓർമ്മല്ലേ? ആ നിലമ്പൂർ ടൗണ് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി കംപ്ലീറ്റ് പോയതാണ്. അതുപോലൊരു മഴ പെയ്താൽ ഇനി അത് ആവർത്തിക്കൂലേ? ഈ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ജനങ്ങൾ പോലും മറക്കുന്നു എന്നതാണ്. ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് അത് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴും ജനങ്ങൾ ഉണർന്നിട്ടില്ല എന്നുള്ള ഏറ്റവും ഖേദകരമായൊരു വസ്തുത ഉണ്ട്. അത് നിലമ്പൂരിൽ മാത്രമല്ല, കേരളത്തിൽ മൊത്തം. അതായത് ഏതൊരു രാജ്യത്തിനും ഒരു പ്രകൃതം ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം ചില രാജ്യങ്ങളിൽ തണുപ്പായിരിക്കും, ഭയങ്കര കൊടും തണുപ്പ്. ആ തണുപ്പിനെ അതിജീവിക്കാൻ ആവശ്യമായ സംഗതികൾ അവർ കണ്ടെത്തും. അതേപോലെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ചൂടായിരിക്കും. ആ ചൂടിനെ അതിജീവിച്ച് പോകാനുള്ള സംവിധാനങ്ങൾ എന്ത് ചെയ്യും? ആ രാജ്യം അതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ ഇപ്പോൾ ചില രാജ്യങ്ങൾ, ഇപ്പോൾ ഗസയെ പോലുള്ള രാജ്യങ്ങൾ, അതൊക്കെ എന്നും യുദ്ധഭീതിയിൽ ഉള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ അത് ഇറാനിലും അതുപോലെ തന്നെ ഇസ്രയേലിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നൊക്കെ ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ കാണുന്നൊരു സ്വഭാവം എന്താ വെച്ചാൽ പെട്ടെന്ന് പിന്നെ റോക്കറ്റ് വരുന്നുണ്ടെന്നുള്ള വിവരം എന്ത് ചെയ്യുന്നു? അവരുടെ വാട്സപ്പുകളിലേക്ക് വിവരം കൊടുക്കുന്നു. അപ്പോൾ ഉടനെ അവർ ബങ്കറിലേക്ക് പോകുന്നു. ബങ്കറിലേക്ക് പോകാൻ ബങ്കർ അവിടെ നേരത്തെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ആ രാജ്യത്തിൻ്റെ പ്രകൃതവും അതിന് വരുന്ന പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ട് അവിടെ ആ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അതിനുള്ള സംവിധാനം അവരെ കൊണ്ട് കഴിയണമാതിരി ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്ത് സംവിധാനമാണ് ഈ ഒരു മഴ ഈ രീതിയിലേക്ക് വന്നപ്പോൾ നമുക്ക് ആവർത്തിച്ച് ദുരന്തങ്ങൾ ഉണ്ടായിട്ട് നമ്മളെ സർക്കാരുകൾ ഒരുക്കുന്നത്? അത് ഏതെങ്കിലും ഒരു സർക്കാർ എന്നല്ല, അത് സർക്കാരുകൾക്കും ബോധമല്ല, ജനങ്ങൾക്കും ബോധമല്ല. വെള്ളം മുങ്ങുക, അപ്പം എല്ലാവരും പാടെ ഇറങ്ങുക, എന്നിട്ട് അതിന് കാശ് പിരിക്കുക, അതിന് കഴിഞ്ഞ് ഇതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ഒന്നാമത് പറയാനുള്ളത് തന്നെയാണ്, ഇനിയുള്ള കാലമെങ്കിലും മഴയെ കണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ കഴിഞ്ഞ കാല ദുരന്തങ്ങളിൽ പെട്ടവരുടെ പുനരധിവാസം, അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 2025 2024 ജൂലൈ 30 പിന്നെ ഇവിടെ വയനാട്ടിൽ പിന്നെ ചൂരൽമലയിലും പിന്നെ ഒക്കെ പ്രശ്നം ഉണ്ടായത്. ഒരു വർഷമായി. ആ പിന്നെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കുള്ള വീട് വെച്ച് കൊടുക്കുന്ന വിഷയം എവിടെ എത്തി? ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എവിടെ എത്തി? അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇപ്പോൾ ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സർക്കാർ അതിന് ഭൂമി കണ്ടെത്തുന്ന വിഷയങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. ഇപ്പോൾ ഭൂമി കണ്ടെത്തി എന്ന് പറയുന്നു. അതിന് പിന്നെ മുസ്ലിം ലീഗാണ് കുറച്ച് പിന്നെ സർക്കാരിനെ പോലെ എന്ന് പറയാവുന്ന രീതിയിൽ ഫണ്ട് കണ്ടെത്തി ഒരുപാട് കാലം സർക്കാരിനെ കാത്തുനിന്നു. അവസാനം അവർ സർക്കാർ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാത്തൊരവസ്ഥ വന്നപ്പോൾ അവരുടേതായ രീതിയിൽ മുന്നോട്ടിറങ്ങി. അവർ വലിയ ഉദ്ഘാടന കാര്യങ്ങൾ നടത്തി.
അവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അവിടെയുള്ള സാങ്കേതികത്വങ്ങൾ ഇപ്പോഴുണ്ട്. ഈ സാങ്കേതികത്വം തീർക്കാൻ ഗവൺമെൻറ്റിന് മാത്രമേ കഴിയുള്ളൂ. അതുപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഈ വിഷയത്തിൽ കാശ് പിരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇത് ചെയ്യണമെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പട്ടികയിൽ ആരുണ്ട്, ഗവൺമെൻറ് എന്ത് ചെയ്തു കൊടുക്കും എന്ന് മനസ്സിലായ ശേഷമേ വേറുള്ളവർക്കൊക്കെ ഇതിൽ ഇടപെട്ടുകൊണ്ട് കാര്യം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതിനൊക്കെ ആദ്യം ആക്ട് ചെയ്യേണ്ടത് എന്താണ്? ഗവൺമെൻറ് തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഈ സന്ദർഭത്തിൽ ഈ ഒരു മഴ കനക്കുന്ന രണ്ടാമത്തെ ഈ ഒരു വർഷമാകുമ്പോൾ ആ ഒരു സംഗതി കൂടി എന്ത് ചെയ്യേണ്ട ആലോചിക്കേണ്ടതുണ്ട്. അത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, അതിന് ഒരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ പൊതുവെ വ്യക്തികൾ എന്നുള്ള നിലക്ക് നമ്മൾ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മഴക്കാലത്ത് കൂടുതൽ കരുതലുകൾ വേണം. അപ്പം ഇന്ന് ഞാനൊരു വാർത്ത കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അതെന്തോ സെൽഫി എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണെന്നാണ് പറഞ്ഞത്. സെൽഫി എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് ഇത് വെള്ളത്തിൽ പോയത്. അപ്പോൾ ഇങ്ങനെ ഈ മഴൻ്റെ പ്രശ്നങ്ങളുള്ള സമയത്തും ഈ അതിസാഹസികത കാണിച്ച് അപകടം വിളിച്ചു വരുത്തുന്നൊരു സ്വഭാവം. അതുപോലെ ബൈക്കിലൊക്കെ ഈ മഴ ചാറ്റുന്ന സമയത്ത് ചെറുപ്പക്കാരൊക്കെ ബൈക്ക് റൈഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് നെഞ്ച് പൊട്ടിപ്പോയി, കുട്ടികൾ എന്താണ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ സാധാരണക്കാരും കുടുംബങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഡ്രൈവിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ മഴയെ ശപിക്കാൻ പാടില്ല ഒരിക്കലും. കാരണം മഴ ഒരു അനുഗ്രഹമാണ് ശരിക്ക്. ഈ മഴ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? കേരളത്തിൽ മഴ ഒന്ന് വൈകി കഴിഞ്ഞാൽ നമ്മൾ ചുട്ടുപൊള്ളുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നാട് മുഴുവൻ ഉയരും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് മഴ ശരിക്കും എന്താണ്, ഒരു അനുഗ്രഹമാണ്. ഒരിക്കലും മഴ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ശപിക്കാൻ പാടില്ല. പിന്നെ മഴൻ്റെ കെടുതികൾ ഉണ്ടാവുന്നു എന്നത് എല്ലാവർക്കും ഒരു പരീക്ഷണമാണ്. അതിന് വിധേയരാകുന്ന ആളുകൾക്കും പരീക്ഷണമാണ്, അതിന് സാക്ഷികളാകുന്ന ആളുകൾക്കും പരീക്ഷണമാണ്. അതായത് വിധേയരാകുന്ന ആളുകൾ ഇങ്ങനെ വിധേയരാകുമ്പോൾ അവർ ഈ മഴയുടെ പിന്നിലുള്ള യഥാർത്ഥ സ്രഷ്ടാവിനെ അവർ തള്ളിപ്പറയുന്നുണ്ടോ, അവർ നിഷേധികളായി മാറുന്നുണ്ടോ എന്ന് തന്നെയാണ് അവരുടെ പരീക്ഷണം. അതേപോലെ തന്നെ അതിന് സാക്ഷികളാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നത്തിൽ മാനുഷികമായി ഇടപെടുന്നുണ്ടോ, അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, അവരുടെ ദുരിതങ്ങൾ മാറ്റാൻ മുന്നിട്ടിറങ്ങുന്നുണ്ടോ. ഇത് എല്ലാവർക്കുള്ള പരീക്ഷണമാണ്. സർക്കാരുകൾക്കത് പരീക്ഷണമാണ്. അവർ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ, അവർ വാങ്ങി വെച്ച ഫണ്ട് അവർ കൃത്യമായിട്ട് ചെലവഴിക്കുന്നുണ്ടോ. എല്ലാവർക്കും ഇതൊരു പരീക്ഷണമാണ്. അപ്പോൾ മഴക്കാലത്തുണ്ടാകുന്ന വിഷയം ഒരു പരീക്ഷണം കൂടിയാണ്. മാത്രമല്ല അതൊരു ദൃഷ്ടാന്തം കൂടിയാണ്. കാരണം മനുഷ്യൻ്റെ നിസ്സഹായത ബോധ്യപ്പെടുന്ന ഒരു വലിയ ഘട്ടമാണ്. ഇപ്പോൾ ഈ വെള്ളം കെട്ട് പൊങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ നമ്മൾ 2-3 പ്രളയത്തിന് സാക്ഷിയായതല്ലേ. ആ മുണ്ടക്കയിലെ ദുരന്തമൊക്കെ രാത്രി കണ്ട് എത്രയോ ദിവസങ്ങൾ ശവശരീരങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ കണ്ടില്ലേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യൻ്റെ നിസ്സഹായത ബോധ്യപ്പെടുന്ന ഒരു വലിയ സംഗതിയാണെന്ത്, ഈ മഴക്കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. അത് മനുഷ്യനതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഈ സമയത്ത് ഈ നമ്മളെ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ ഇവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലാണ് അതൊക്കെ എന്നാണ് വിചാരം. പക്ഷേ ഇങ്ങനെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മുടെ കഴിവിനപ്പുറം മനുഷ്യൻ്റെ ശക്തിക്കപ്പുറം ഒരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശവും അനുസരിച്ചാണ് മഴ പെയ്യുന്നതെന്നും അപ്പോൾ ആ മഴയ്ക്ക് പിന്നിലുള്ള ആ ഒരു സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു വിവേകമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത് ഈ മഴക്കാലത്തുണ്ടാകും. മഴ പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ കൂടുതൽ ആ സൃഷ്ടാവിലേക്ക് മടങ്ങുന്നതിൻ്റെയും ഒരു കാലഘട്ടം കൂടിയായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ്. അത് ചെറിയ കാര്യമല്ലത്. അപ്പോൾ അതൊക്കെ ഈ സന്ദർഭത്തിൽ മഴക്കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതുപോലെ ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിലേക്ക് മഴവെള്ളം തട്ടിയാൽ അവിടുന്ന് പുല്ല് മുളച്ചു വരില്ലേ. ആ സംഭവം വെച്ചിട്ട് ഖുർആൻ പറയുന്നുണ്ട് എന്ത്, ഇതുപോലെ മനുഷ്യൻ മരിച്ചു പോയത് രണ്ടാമത് എഴുന്നേറ്റ് വരും. ഇത് ചെറിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുള്ളൊരു കാര്യമാണ് എന്ത്, ഈ മഴ. ഈ കാർമേഘ കീറുകളിൽ നിന്ന് മഴ കൊണ്ടുവരുന്ന അത് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട് ഖുർആൻ. ആർക്കാ കഴിയുന്ന ആർക്ക് ഉറപ്പ് പറയാൻ പറ്റുക? അതേപോലെ തന്നെ ഈ പെയ്ത മഴയെ ഞാനങ്ങോട്ട് ഭൂമിയിലേക്ക് അങ്ങോട്ട് ആഴ്ത്തിക്കളയായിരുന്നുവെങ്കിൽ അതിനെ നിങ്ങൾക്ക് തങ്ങി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ആർക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല. അതുപോലെ ഈ മഴ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസുകൾ കാര്യങ്ങളൊക്കെ മനുഷ്യനെ ചിന്തിപ്പിക്കാനും നേർവഴിക്ക് നടക്കാനും കൂടി കാരണമാകണം. അതോടൊപ്പം നമ്മുടെ സർക്കാരുകൾ എന്ത് ചെയ്യണം, ഇത് മഴ പെയ്താൽ പ്രശ്നമാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇനിയെങ്കിലും കേരളത്തിൽ എന്ത് ചെയ്യണം, വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മൊത്തം ഒരു ചർച്ചയും തീരുമാനവും ആ നിലക്കുള്ളൊരു വികസന പദ്ധതി എന്ത് ചെയ്യേണ്ടതുണ്ട് വരേണ്ടത്.